വള്ളുവനാടിന്റെ പൂരക്കാലമാണ്. അങ്ങാടിപ്പുറം പൂരം തുടങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പൂരത്തിനിടെയാണ് ഈ പൂരം. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ്. പൂരത്തിന്റെ തിരക്കിലും തെരഞ്ഞെടുപ്പ് മറക്കരുത് എന്നൊരു ഓർമ്മപ്പെടുത്തില്ല. വളരെ സജീവമായിട്ട് എല്ലാ സ്ഥലങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള ധാരാളമായിട്ടുള്ള ഭക്തന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ വന്ന ആളുകൾക്ക് വോട്ട് ചോദിക്കാനൊക്കെ സാധിച്ച സന്തോഷമുണ്ട്. എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൗണ്ട് പ്രചരണം പൂർത്തിയാകുമ്പോൾ എന്താണ്? 2-3 ദിവസം പോയി പൂർത്തിയായി. 7 അസംബ്ലി സെഗ്മെന്റിലും 1.5 ദിവസം വീതം എടുത്തു. അത് പൂർത്തിയായി ഫസ്റ്റ് റൗണ്ട്. സെക്കൻഡ് റൗണ്ട് ഈ ഇതുപോലുള്ള വർക്കുകൾ ആളുകൾക്കാണ് സ്ഥാപനങ്ങളുടെ മുമ്പിൽ വരിക, സംസാരിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ. കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ സമയം കിട്ടുന്നത് എങ്ങനെയാണ് കാണുന്നത്? നല്ലതാണ്. നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് കിട്ടും. സമയം നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അത് നല്ലതാണ്. അത്രയും വോട്ടർമാരെ പരമാവധി നേരിട്ട് കാണാമല്ലോ. പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുന്ന ആഗ്രഹം. റമദാൻ കാലത്ത് എങ്ങനെയാണ് ഇലക്ഷൻ്റെ ഒരു രീതി? നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മൾ ആ സമയം കൂടി ചിലത് ഇൻഡോർ മീറ്റിംഗ് ഉണ്ടാവും. ആ സമയത്ത് കുറച്ച് വിശ്രമം കിട്ടും. ചിലപ്പോൾ ഔട്ട്ഡോറിൽ ഇങ്ങനെ പോകേണ്ടി വരും. അങ്ങനെ ഒത്തുപോകുന്നുള്ളൂ, ബുദ്ധിമുട്ടില്ല. ഇപ്പം ഈ നമുക്കറിയാം പ്രചരണത്തിൽ ഇപ്പം മുൻപ് കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ വികസന കാര്യങ്ങളായിരുന്നു കൂടുതൽ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ CAA വിരുദ്ധ പ്രചരണമാണ് ഏറ്റവും കൂടുതലായിട്ട് തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. എന്താണ് മലപ്പുറത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം? മലപ്പുറത്ത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൗലികമായ സംഗതി എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് കൊള്ളരുതായ്മകൾ, അത് ജനാധിപത്യ വിരുദ്ധ നയങ്ങൾ, സെക്യുലറിസ്റ്റ് വിരുദ്ധ നയങ്ങൾ, ഇതുപോലുള്ള സംഗതികളാണ്. രാജ്യത്തെ അതിൻ്റെ പാരമ്പര്യങ്ങൾ മുഴുവൻ തകർക്കുന്ന വിധത്തിലുള്ള അതിനെതിരായിട്ടുള്ള നീക്കങ്ങളാണ്. അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ട് ചർച്ചയ്ക്ക് വരുന്ന കാര്യങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് വന്നിട്ടുള്ള അപജയങ്ങളുടെ കാര്യം. അതൊക്കെ തന്നെ സജീവമായിട്ട് ചർച്ചയ്ക്ക് വിധേയമാവുകയാണ്. ഈ വിഷയത്തിൽ CAA വിഷയത്തിൽ ഇടതുപക്ഷ നിലപാട് കാപട്യമാണെന്ന് UDF പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളതിൽ പങ്കെടുത്തില്ല, വോട്ട് ചെയ്തില്ല. തെറ്റാണ്. ഞാൻ ഡോക്യുമെന്റ് നിങ്ങളുണ്ട്, ഞാൻ വിചാരിക്കും ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ കാണിച്ചിരുന്നത്. അതിൽ ആദ്യം തടസ്സവാദം ഉന്നയിക്കും. ഈ ബില്ലിൽ തടസ്സവാദം ഉന്നയിച്ച 8 പേരുള്ള ആളുകൾ. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ട്, ഞാനുണ്ട്, മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടിയുണ്ട്. സാധാരണ തടസ്സവാദം ഒരാൾക്കേ കിട്ടാറുള്ളൂ. ഞങ്ങൾക്ക് 8 ആളെ പങ്കെടുത്തുള്ളൂ ആ ചർച്ചയിലാകെ. അതിൽ 2 ഞങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 48 മറ്റോ ആളുകൾ അതിൻ്റെ ഡിസ്കഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലും ഞങ്ങളുടെ അതൊക്കെ ഡോക്യുമെൻ്റ് ഉണ്ട്. സിമ്പിളാണ്. പണ്ടത്തെ മാതിരി ഇവർ പറഞ്ഞ മാതിരി ഇപ്പോൾ ആളുകളെ കബളിപ്പിക്കാൻ ഒക്കില്ല. നിങ്ങളെ ഈ ഫിംഗർ ടിപ്പിൽ വിവരങ്ങളുണ്ട്, അത് നോക്കിയാൽ മതി. അതിൽ ഇതൊക്കെ ഉണ്ട്. CAA വിഷയത്തിൽ തെറ്റായ പ്രചരണം നടത്തുകയാണെന്നാണ് പറയുന്നത്. അതെ അതെ, വാസ്തവരിതാണ്. അത് ഇതെല്ലാം 1 മിനിറ്റ് കൊണ്ട് കാണുന്ന കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ നോക്കിയാൽ ആ ഡിസ്കഷൻ മുഴുവൻ വരും. അതിൻ്റെ വോട്ടിംഗ് വരും. 80 വോട്ടാണ് അതിനെതിരായിട്ട് വന്നത്. 131 എൻ്റെ ഓർമ്മ. അതിന് അനുകൂലമായിട്ടും വന്നു. ഇടതുപക്ഷം പറയുന്നത് അവരാണ് ഈ CAA വിരുദ്ധ പോരാട്ടത്തിൽ മുൻപിൽ നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളിലും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? നിരർത്ഥകമായൊരു വാദമാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ ശക്തമായിട്ട് തന്നെ അതിനെ എതിർക്കുന്നുണ്ട്. രാഷ്ട്രീയം എല്ലാത്തവരും എതിർക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, വിദ്യാർത്ഥികളൊക്കെ ഡൽഹിയിലൊക്കെ വിദ്യാർത്ഥികൾ അറിയാതെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയ ഒരു ഇഷ്യൂ ആയിരുന്നു. അത് രാജ്യത്തിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ അതിൽ അവർക്ക് പ്രത്യേകമായ സംഗതിയുണ്ട്. ഞങ്ങൾ അതിന് നിയമപരമായ പോരാട്ടത്തിലുണ്ട്. ആദ്യമായിട്ട് കോടതി പോയത് ഞങ്ങളാണ്. ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കോടതി പോയത് ഞങ്ങൾക്ക്. പാർലമെന്റിനകത്തും പുറത്തും വളരെ സജീവമായിട്ട് ഇതിനെതിരെ ഫൈറ്റ് ചെയ്തതാണ്. മറ്റൊരു വിഷയം, അങ്ങ് ഈ വിഷയത്തിൽ സംസാരിച്ചതാണ്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ ഇലക്ഷൻ കമ്മീഷനെ കാണുന്നതാണ് പറയുന്നത്. വെള്ളിയാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് മാറ്റണം എന്നുള്ളതിനെ കുറിച്ച്. അല്ല, അവർ അത് കാണട്ടെ. കാണുന്നതിന് വിരോധമല്ലോ, ശരിയാണ്. അത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊള്ളു. എന്താണെങ്കിലും വളരെ വിജയപ്രതീക്ഷയോടെ ഇ ടി മുഹമ്മദ് ബഷീർ തന്റെ പ്രചരണം തുടരുകയാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.